ഞാനും ധർമ്മജനും കൂടെ ഒരിക്കലും ഒരു കാസറ്റ് എഴുതാൻ വേണ്ടി ഇരുന്നപ്പോൾ ചോറ്റാനിക്കൊരു ഹോട്ടലിലാണ് ഒരു പയ്യൻ വന്നു എന്നിട്ട് പറഞ്ഞു എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ ഇരിക്കാൻ എഴുതാൻ ഞാൻ കോമഡി എഴുതും എന്നൊക്കെ പറഞ്ഞ് അവൻ കൂട്ടത്തിൽ കൂടി കേട്ടോ നമ്മൾ കൂട്ടിയതല്ല പുള്ളി അങ്ങ് ഒട്ടി 2-3 ദിവസം കഴിഞ്ഞപ്പോൾ കോളിമ്പൽ അടിച്ച് തുറന്നു നോക്കിയപ്പോൾ 2 പോലീസുകാർ നിൽക്കുക. സംഗതി എന്നാ അറിയോ, ഈ ചെറുക്കം വീട്ടിൽ പറയാതെ ഒളിച്ചോടി വന്നേക്കുക ഞങ്ങളുടെ കൂടെ സ്ക്രിപ്റ്റ് എഴുതാൻ വേണ്ടിയിട്ട്. ഗ്യാപ്പ് കിട്ടിയപ്പോൾ കയറിയതാ. ചില സാധനങ്ങൾ ഒരു വരി മാറിയ കഥ മുഴുവൻ മാറും. ഒരു നാടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നാടകത്തിൽ ഏതാണ്ട് വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ സിനിമയുടെ കഥയൊക്കെ തന്നെയാണ് ആ നാടകത്തിന്. അതായത് ആദ്യ സീൻ നാടകം തുടങ്ങി കാർട്ടൂൺ ഇട്ടപ്പം ഒരു വലിയ ജസ്റ്റിസ് പ്രതാപവർമ്മ മേനോൻ എന്നൊക്കെ പറഞ്ഞ ഒരാൾ വാദിക്കിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച്, അന്യമതസ്ഥ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് ഈ വീട്ടിലേക്ക് കയറി വരുമ്പം അച്ഛൻ ഞങ്ങളെ അനുഗ്രഹിക്കണം, ഞങ്ങളെ അകത്തോട്ട് കയറ്റണം എന്ന് പറയുമ്പോൾ ഇല്ല നീ കടക്ക് പുറത്ത് എന്ന് പറഞ്ഞ് അയാളെ ഇറക്കി വിട്ടിട്ട് ഇവനും ആ പെണ്ണും കൂടെ ജീവിതത്തിൽ വിജയം നേടി 2 മണിക്കൂറുടെ നാടകം തീരുമ്പോൾ അയാൾ ആ വീട്ടിലേക്ക് സ്വീകരിക്കുന്നതായിരുന്നു ഈ നാടകം. ഈ ജസ്റ്റിസ് ആയിട്ട് അഭിനയിക്കുന്ന പുള്ളി 2 അടിച്ചിട്ടുണ്ടായിരുന്നു, നല്ല സ്മോളായിരുന്നു. അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് അച്ഛൻ ഞങ്ങളെ അനുഗ്രഹിക്കണം വീട്ടിലോട്ട് കയറ്റണം എന്ന് പറഞ്ഞ പുള്ളി വാ 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 എന്ന് പറഞ്ഞ് കയറ്റി നാടകം തീർന്നുപോയി. മൊത്തം 5 മിനിറ്റ് കൊണ്ട് നാടകം തീർന്നുപോയി. എന്നിട്ട് 2ാമത് അനൗൺസ് ചെയ്തിട്ട് തുടങ്ങുക ഇത്. ഞങ്ങളുടെ കുട്ടിക്കാലത്ത് അധികം 2 നില വീടില്ല, ഒരു വലിയ 2 നില വീട് അവിടെ വെക്കാനായിട്ട് തുടങ്ങി. ആ 2 നില വീടിൻ്റെ പണി തുടങ്ങിയിട്ട് പക്ഷേ പകുതി ആയപ്പോഴത്തേക്ക് ആ പണി നിന്നുപോയി. അപ്പോൾ അന്ന് കാലത്ത് തന്നെ ഈ പണക്കാരൻ വീട് പണിയാൻ വേണ്ടിയിട്ടുള്ള ഫുൾ മണലും ഒരു 20 ലോഡ് മണൽ ആദ്യം അങ്ങ് ഇറക്കി. എന്നിട്ടാണ് പണി തുടങ്ങുന്നത്. പണി 2 നിലയുടെ പകുതി സ്ട്രക്ചറൊക്കെ ആയപ്പോൾ തന്നെ പണി നിന്നുപോയി. ആ വീട് പിന്നെ കാലങ്ങളോളം അവിടെ നിന്നു. പിന്നീട് ആ വീട് സാമൂഹ്യ വിരുദ്ധരുടെ ഒരു സ്ഥലമായി മാറി. അത്യാവശ്യം 2 അടിക്കണമെങ്കിൽ ആ പണി തീരാതെ വീട്ടിൽ കയറിയിരുന്ന് അടിക്കുക, അങ്ങനെ വട്ടം കൂടാനുള്ളൊരു സ്ഥലമായി. ചീട്ട് കളിക്കാർക്ക് മഴ കൊള്ളാതിരുന്ന് ചീട്ട് കളിക്കാനുള്ളൊരു സ്ഥലമായി. അയാൾ വേറെ എവിടെയാണ് വരാറില്ല. അങ്ങനെ ആ വീടിൻ്റെ സൺഷെയ്ഡിലൊക്കെ മാവ് കിളുത്തിട്ട് ആ മാവൊക്കെ കായ്ച്ചു. പിന്നെ അത് വേറെ കൂടി അത്രയും പഴയ വീടായി. ഞങ്ങൾ കുറച്ച് പഴയ കൂട്ടുകാർ ഇതുപോലെ ആ വീട്ടിലൊരു ചെറിയ കമ്പനി കൂടുതൽ തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ ബാല്യം ഓർമ്മ വന്നു. അന്ന് ഈ 5 ലോഡ് മണലിറക്കിയ സമയത്ത് ഞങ്ങൾ ഈ 2ാമത്തെ നിലയിൽ നിന്ന് ഈ മണലിലോട്ട് ചാടുമായിരുന്നു. അത് ഞങ്ങളുടെ ഒരു സ്ഥിരം കളിയായിരുന്നു, ഈ മണലിലോട്ടുള്ള ചാട്ടം. കള്ളു കുടിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ ബാല്യം വന്നപ്പോൾ എല്ലാവർക്കും 2ാമത് ചാടാൻ പറ്റുമോ എന്നുള്ള ചോദ്യമായി ആ മണലിലോട്ട്. ശരി, അപ്പോൾ ഞാനൊന്നും ഇല്ല എന്ന് പറഞ്ഞു. എൻ്റെ ഒരു കൂട്ടുകാരൻ സുജിത്ത് എന്ന് പറഞ്ഞവൻ പറഞ്ഞു ഞാൻ ചാടാം, അടിച്ചതിൻ്റെ വാറുമുണ്ട്, ചാടുവാണെങ്കിൽ ഒരു കുപ്പി ബെറ്റ്. അങ്ങനെ സുജിത്ത് മുകളിൽ നിന്ന് താഴത്തേക്ക് ചാടി. ഞങ്ങൾ സ്റ്റെപ്പ് വഴി ഓടി താഴത്ത് ചെന്നപ്പോൾ സുജിത്ത് മണലിരുന്നിട്ട് ചെന്ന് കുപ്പി മേടിച്ചോണ്ട് പോവാ, ബെറ്റ് വെച്ചാൽ ബെറ്റായിരിക്കണം, അല്ലാതെ അതൊന്നും അല്ലാതെ ചൂട്ടണം. ബൈക്കിൽ ഞാനൊരു കൂട്ടുകാരനും കൂടെ പോയി കുപ്പിയും കൊണ്ട് തിരിച്ചു വന്നപ്പം സുജിത്ത് അവിടെ ഇല്ല. അപ്പോൾ അവിടെ പശുവിനെ തീറ്റിക്കൊണ്ടൊരു ചേച്ചി ഇപ്പം ഞാൻ ചോദിച്ചു ചേച്ചി ഇവിടെ ഒരു പുള്ളി ഇരിപ്പുണ്ടായിരുന്നല്ലോ കണ്ടോ? അതാരാ മോനെ? ഞാൻ പറഞ്ഞു എൻ്റെ കൂട്ടുകാരനാ. അയ്യോ പുള്ളിയുടെ 2 കാലും ഒടിഞ്ഞ് ആശുപത്രി കൊണ്ടുപോയേക്കുവാന്ന്. 2 കാലൊടിഞ്ഞിട്ടേ അഭിമാനം വിടാതെ പോയി കുപ്പി മേടിച്ചോണ്ട് പോവാന്ന്. അതായത് 10-25 വർഷം കൊണ്ട് ഈ മണലൊക്കെ ഉറച്ച് പാറക്കല്ല് പോലെ ആയിട്ടിരിക്കും. അതിൻ്റെ പുറത്തോട്ട് 2 നിലയുടെ മേലിൽ നിന്ന് ചാടിയേക്കുന്നു. ഞാൻ ഈ ആഞ്ഞിലിച്ചക്ക എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ഈ ആഞ്ഞിലിച്ചക്ക ഉച്ചയ്ക്ക് ഉണ്ണാൻ വിട്ടപ്പോൾ പെറുക്കിക്കൊണ്ട് വന്നിട്ട് ക്ലാസ്സിൽ വെച്ചിട്ട് ആഞ്ഞിലിച്ചക്ക തിന്നുകൊണ്ടിരിക്കുക. ആഞ്ഞിലിച്ചക്ക തിന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കയ്യിലൊരു ഭയങ്കര പഠിത്തക്കാരനുണ്ട്, ശ്രീജിത്ത് എന്ന് പറഞ്ഞ എൻ്റെ അടുത്ത്. അപ്പം ഞങ്ങളെ ആഞ്ഞിലി ബാക്കിലത്തെ ബെഞ്ചിലിരുന്ന് ഉച്ചയ്ക്ക് ഉണ്ണാൻ വിടുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ബാഗിനകത്ത് കൈ ഇട്ടിട്ട് വാഴയിലയുടെ പൊതി ഇങ്ങനെ തുളച്ച് കൈ കൊണ്ട് കീറി തിന്ന് തീർക്കും. ഞങ്ങൾ തുളച്ചിങ്ങെടുത്ത് തിന്നും. അപ്പോൾ ബെല്ലടിക്കുമ്പോൾ തന്നെ കൈ കഴുകിയാൽ മതി. ബാക്കിയുള്ളവർ ഉണ്ണാൻ കൈ കഴുകുമ്പോൾ ഞങ്ങൾ ഉണ്ട് കഴിഞ്ഞിട്ട് കൈ കഴുകും. ക്ലാസ്സിലിരുന്ന് തിന്നുമായിരുന്നു ഞങ്ങൾ. അങ്ങനെ നേരത്തെ പരിപാടിയുണ്ട്. ഇത് പൊളിക്കാൻ വേണ്ടി ടീച്ചർ ഞങ്ങളെയൊക്കെ മാറ്റിയിരുത്തി. എൻ്റെ കയ്യിലാണെങ്കിൽ ഒരു ആഞ്ഞിലിച്ചക്കയുണ്ട്. ഇതങ്ങ് പൊളിച്ചിട്ട് നല്ല മണവും. ഞാനൊരു 5-6 ആഞ്ഞിലിച്ചക്ക എന്നിട്ട് ഇതിൻ്റെ കുരു കയ്യിൽ തുപ്പി ഇങ്ങനെ പിടിച്ചേക്കുക. 2 കുരു എൻ്റെ കയ്യിലുണ്ട്. ഈ ശ്രീജിത്ത് എന്ന് പറഞ്ഞവൻ എന്തോ സംശയം തോന്നിയിട്ട് എന്നെ ഇങ്ങനെ നോക്കിയിട്ട് കയ്യിലെന്നാ നീ ചോദിച്ചു. ഞാൻ പറഞ്ഞു മിണ്ടല്ല ടീച്ചർ. അവൻ ഈ ടീച്ചറിനോട് പറഞ്ഞു കൊടുക്കുന്നവനാണ്. ടീച്ചറെ ഇവൻ്റെ ഈ ഒറ്റുകാരനവൻ പഠിത്തക്കാരനാണല്ലോ. ഞാൻ എൻ്റെ കൈ 2 ആഞ്ഞിലിച്ചക്കയുടെ കുരുവും പിടിച്ചിട്ട് ഇവൻ പെട്ടെന്ന് എന്നോട് ചോദിച്ചു കയ്യിലെന്നാ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ തുറന്ന് കാണിച്ചപ്പോൾ ഇവൻ ഇതെന്നാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു തത്തമ്മയുടെ മുട്ടയാന്ന് പറഞ്ഞു. അല്ലേ പ്രശ്നമാണ്. ഞാൻ പറഞ്ഞു ഇത് തത്തമ്മയുടെ മുട്ടയാണ്. അപ്പോൾ ഉടനെ അവൻ പറഞ്ഞ് ഒരെണ്ണം തന്നില്ലെങ്കിൽ ഞാൻ ടീച്ചറോട് പറയുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒരെണ്ണം ആക്കണ്ട, നീ ഇത് 2 എടുത്തോളാൻ പറഞ്ഞിട്ട് അവന് കൊടുത്ത്. ഇൻ്റർവെല്ലിൽ അവൻ എന്നോട് വന്നിട്ട് ചോദിച്ചു ഇതെന്നാ ചെയ്യണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല, വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഇച്ചിരി വൈക്കോലൊക്കെ വെച്ചിട്ട് അതിൻ്റെ ഇടയിൽ ഈ തത്തമുട്ട വെച്ചാൽ മതി, അത് തത്തമ്മയാവും, 20 ദിവസം കഴിയുമ്പോൾ വിരിയും എന്ന് പറഞ്ഞു. ഞാൻ ആ വിഷയമൊക്കെ വിട്ടു. ഒരു 18 ദിവസം കഴിഞ്ഞപ്പം ഇവൻ്റെ ആഞ്ഞിലിച്ചക്കയുടെ കുരു മുള പൊട്ടിയിട്ട് പച്ച കളർ മുള വരുമല്ലോ അതിനകത്ത്. ഇവൻ എന്നോട് വന്നിട്ട് പറയാ മുട്ട വിരിഞ്ഞ് ചിറക് പുറത്ത് കണ്ടെന്ന് അതിനകത്തുനിന്ന്. അവനിപ്പോ ഓസ്ട്രേലിയയിൽ എഞ്ചിനീയറാണ്. അതാണ് അവൻ പഠിച്ച് ഓസ്ട്രേലിയ എഞ്ചിനീയർ ആയിട്ട് പോയി. നീ ഇപ്പോഴും തത്തയുടെ മുട്ടയുടെ കാര്യം പറഞ്ഞോട് ഇറക്കിയല്ലോ.